ഇപ്പോൾ ഇവിടെ അന്തിമ സംസ്കാര ശുശ്രൂഷ നടക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ വൻ ജനസംഖ്യയുമാണ് ഇലന്തൂരിലേക്ക് ഒഴുകിയെത്തിയത്. ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതിനായി രാഷ്ട്രീയ പ്രതിനിധികൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ, തൊഴിലാളികൾ, അങ്ങനെ വിവിധ തുറകളിലുള്ളവരാണ് ഈ ഒരു ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ എത്തിയത്. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മനസ്സിലൊരു സംതൃപ്തി തോന്നുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു. നമ്മുടെ ഒരു കുടുംബാംഗമാണ് ഇങ്ങനെ 1968 ഇങ്ങനെ ഒരു വിമാനാപകടം സംഭവിച്ച് കാണാതാകുകയും പിന്നീട് വിവരം ലഭിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓരോ കുടുംബാംഗങ്ങൾക്കും എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്ന് നമ്മൾ സ്വയം അതൊന്നും മനസ്സിലാക്കിയാൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അതേ അനുഭവം തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ വന്ന ഏവരും അത് ചിന്തിച്ചത്. തങ്ങളുടെ ഒരു സ്വന്തം കുടുംബാംഗം, തങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ഒരു സൈനികനാണ് തോമസ് ചെറിയാൻ എന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു എല്ലാവരും എത്തിയത്. ഇവിടെ എത്തിയ വൈദികരും ഒപ്പം തന്നെ സൈനികരും എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത്. കുര്യാക്കോസ് മാർ ക്ലിമീസ്, എബ്രഹാം മാർ സെറാഫിം, ജോഷോ മാർ നിക്കോദിമോസ്, ജോസഫ് മാർ ദിവന്യോസ്, യൂഹനോൻ മാർ പോളികാർപ്പോസ് തുടങ്ങിയ വൈദിക ശ്രേഷ്ഠരെല്ലാം ഇവിടെ എത്തിയിരുന്നു. മന്ത്രി വീണ ജോർജ് സംസ്ഥാന സർക്കാരിന് വേണ്ടി പുഷ്പചക്രം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചന സന്ദേശം അയച്ചിരുന്നു. അതുപോലെ തന്നെ കാതോലിക്ക ബാബ തിരുമേനിയുടെ സന്ദേശവും ഇവിടെ വായിച്ചിരുന്നു. ഇന്നലെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇവിടെ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദരവ് കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള പ്രമുഖരെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ കുടുംബാംഗങ്ങളെ തങ്ങളുടെ ആദരവ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കല്ലറയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് ഈ ഭൗതിക ശരീരം ഇറക്കിക്കഴിഞ്ഞു. ഇപ്പോൾ ആ ഭൗതിക ശരീരത്തിൽ പുഷ്പങ്ങൾ ഒപ്പം തന്നെ അന്തിമ ചടങ്ങാണ്. സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് 10 മിനിറ്റോളമായിരുന്നു ഈ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കാര ശുശ്രൂഷ നടത്തിയത്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് പുഷ്പം ഭൗതിക ശരീരത്തിലേക്ക് അർപ്പിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അത് ഈ ഒരു അവസാന നിമിഷത്തിൽ ആ ഒരു അവസരം കൂടി ഏവരും ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തോമസ് ചെറിയാൻ ഓർമ്മയാവുകയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് നടന്നു കയറി തോമസ് ചെറിയാൻ ഓർമ്മയാകുന്നു. അത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി ആളുകൾ മുഴുവൻ ഈ ഒരു സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഒപ്പം തന്നെ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഗാർഡ് ഓഫ് ഓണർ പൂർണ്ണ സൈനിക ബഹുമതികളോടെ തോമസ് ചെറിയാൻ്റെ സംസ്കാര ചടങ്ങ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് ഭൗതിക ശരീരം ഇപ്പോൾ വെച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ പ്രത്യേകം ഒരു കല്ലറ അത് മൂടും. അതോടുകൂടി തോമസ് ചെറിയാൻ ഓർമ്മയാവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർമ്മയായി എന്ന് പറയുമ്പോഴും അത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പേരായി തന്നെ മാറുന്നു. ഒപ്പം ഇലന്തൂർ എന്ന ഗ്രാമവും ഇനി ആ പേരിലായിരിക്കും ഓർക്കപ്പെടുക. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സംസ്കാര ചടങ്ങ് എന്ന് തന്നെ പറയാം. രാജ്യത്ത് മാത്രമല്ല രാജ്യാന്തര തലത്തിൽ കൂടി ഇന്ത്യൻ സേനയുടെ മഹത്വം എടുത്ത് വിളിച്ചോതുന്ന ഒരു സംസ്കാര ചടങ്ങ് എന്ന് തന്നെ പറയാം. 1948 വിമാനാപകടത്തിന് ശേഷം നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ സൈനികൻ്റെ ഭൗതിക ശരീരം മഞ്ഞുമലകളിൽ നിന്നും കണ്ടെടുക്കുന്നു. പിന്നീട് അത് കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു. ഒപ്പം സൈന്യത്തിൻ്റെ പൂർണ്ണ ഗാർഡ് ഓഫ് ഓണർ, പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ, അങ്ങനെ പൂർണ്ണ സൈനിക ബഹുമതിയോടെ തോമസ് ചെറിയാൻ ഓർമ്മയാകുമ്പോൾ അത് ചരിത്രത്തിലേക്ക് തന്നെയാണ് വഴിമാറുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോഴും ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല. ആളുകളെല്ലാം ഇങ്ങോട്ടേക്ക് പ്രത്യേക കല്ലറയിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ആരും പോകുന്നില്ല എന്ന് തന്നെ പറയാം. പുഷ്പങ്ങളെല്ലാം അർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ചില ആളുകളൊക്കെ ഭൗതിക ശരീരത്തിലേക്ക് ഈ പ്രത്യേക കല്ലറയിലേക്ക് ഇറക്കിയ ഭൗതിക ശരീരത്തിലേക്ക് പുഷ്പങ്ങളൊക്കെ എറിയുന്നുണ്ട്. അങ്ങനെ ഏവരുടെയും ആദരവിന് പാത്രമായി കുടുംബാംഗങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു സംതൃപ്തി തോന്നിയ ഒരു സന്ദർഭത്തിലൂടെയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കടന്നുപോയത്. ഈ ദേവാലയത്തിനുള്ളിൽ ഭൗതിക ശരീരം വെച്ചപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സംഭവിച്ച ഒരു അത്യാഹിതം, അതിനുശേഷം നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തോമസ് ചെറിയാന് 78 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠിയെ കണ്ടിരുന്നു. അന്ന് പറഞ്ഞത് മിലിറ്ററിയിൽ ചേരണമെന്ന്, സൈന്യത്തിൽ ചേരണമെന്ന് തോമസ് ചെറിയാന് വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹം കാതോലിക്കറ്റ് കോളേജ് സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം പിന്നീട് ഉപരി പഠനത്തിന് ശേഷമാണ് മിലിറ്ററിയിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം കാതോലിക്കറ്റ് സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഈ തോമസ് ചെറിയാൻ്റെ രജിസ്റ്റർ നമ്പർ നമുക്ക് അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അന്ന് സ്കൂളിൽ പഠിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ നമ്പർ, ആ പഴയ രജിസ്റ്ററിൽ ഇപ്പോഴും ഉണ്ട് തോമസ് ചെറിയാൻ എന്നുള്ള പേര്. അങ്ങനെ ചില രേഖകളൊക്കെ കണ്ടെടുക്കാനും അധികൃതർക്ക് കഴിഞ്ഞിരുന്നു.
അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞത് തോമസ് ചെറിയാൻ വളരെ വിനയാന്വിതനായിരുന്നു, അക്കാലത്ത് വളരെ ശാന്ത സ്വഭാവിയായിരുന്നു. ആർക്കും അന്ന് ഓർമ്മയുള്ള ആളുകൾ ഇപ്പോൾ വളരെ കുറവായിരിക്കാം. 78 വയസ്സിന് ആ പ്രായത്തിൽ ഉള്ള ആളുകൾക്കൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ, ഇലന്തൂർ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കാം. സഹപാഠി പറഞ്ഞതുപോലെ തന്നെ ശാന്ത സ്വഭാവിയായിരുന്നു, ഒപ്പം തന്നെ സ്ഥിരോത്സാഹിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മിലിറ്ററിയിൽ ചേർന്നതിന് ശേഷം 19ാമത്തെ വയസ്സിൽ സൈന്യത്തിൽ ചേരുന്നു. പിന്നീട് ട്രെയിനിങ് ആയിരുന്നു, പരിശീലനമായിരുന്നു. ആ പരിശീലനം പൂർത്തിയാക്കി അദ്ദേഹം ആദ്യം തൻ്റെ പോസ്റ്റിംഗ് സ്ഥലത്തേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് ഒരു കത്ത് അയച്ചിരുന്നു. താൻ പരിശീലനം പൂർത്തിയാക്കി പോവുകയാണ് എന്നതായിരുന്നു ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. ആ കത്ത് വന്ന കാര്യമൊക്കെ സഹോദരങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായത്. പിന്നീട് കുടുംബാംഗങ്ങൾക്ക് കാഴ്ചയാണ്. മനുഷ്യൻ മണ്ണിൽ നിന്ന് വന്നു എന്നാണ് ക്രിസ്തീയ വിശ്വാസപ്രകാരം പറയുന്നത്. മണ്ണിലേക്ക് എടുക്കപ്പെടുകയാണ് തോമസ് ചെറിയാൻ. മഞ്ഞായിരുന്നു സംരക്ഷിച്ചത് കഴിഞ്ഞ 56 വർഷം. ഒടുവിൽ മണ്ണോട് ചേരുകയാണ് രാജ്യത്തിന്റെ ധീര സൈനികൻ. പത്തനംതിട്ട ഇലന്തൂരിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ.